ഈ മാസം 22-ന് അധ്യാപകരും സർക്കാർ ജീവനക്കാരും പ്രഖ്യാപിച്ച സമരത്തിൽ ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാർ. അടിയന്തര സാഹചര്യത്തിൽ ഒഴികെ ഈ മാസം 22-ാം തീയതി അവധി അനുവദിക്കരുത് എന്നാണ് ഉത്തരവ്. അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്നാൽ ഡയസ് നോൺ ആയി കണക്കാക്കുമെന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. പകർപ്പ് 24-ന് ലഭിച്ചു. എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാംകുമാർ, എന്താണ് കർക്കശമായൊരു നിർദ്ദേശത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുകയാണ്? എന്താണ് പുറപ്പെടുവിച്ച ഉത്തരവ്? അനുജ, ഈ മാസം 22-ന് സർക്കാർ ജീവനക്കാരുടെയും ഒരു വിഭാഗം അധ്യാപകരുടെയും നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനിശ്ചിതകാല പണിമുടക്കിന് മുന്നോടിയായിട്ടാണ് ഈ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത്. ആ സമരത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ സാധാരണഗതിയിൽ തൊഴിലാളി വിരുദ്ധമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്നത്തെ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ ശമ്പളം പിടിച്ചെടുക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുരുക്കം. അതിനു പുറമെ അവർക്കെതിരെ വകുപ്പുതല നടപടികൾ ഉണ്ടാകും. താൽക്കാലിക ജീവനക്കാരാണ് സമരത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഡയസ് നോൺ ഉത്തരവിൽ ചീഫ് സെക്രട്ടറി സർക്കാരിന് വേണ്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. അന്നത്തെ ദിവസം ഓരോ ഓഫീസിലും ഹാജരായ ജീവനക്കാരുടെ വിവരങ്ങൾ രാവിലെ 11 മണിക്ക് മുമ്പ് സർക്കാരിനെ അറിയിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഏതായാലും സർക്കാർ ജീവനക്കാർക്ക് അടിയന്തര ആവശ്യത്തിനല്ലാതെ അന്നത്തെ ദിവസം അവധി അനുവദിക്കരുത് എന്ന് മേലുദ്യോഗസ്ഥർക്ക് ഉത്തരവ് നൽകുക കൂടി ചെയ്തിരിക്കുന്നു. ഏതായാലും ആ ഉത്തരവിൻ്റെ പകർപ്പാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഈ മാസം 22-ന് നടക്കുന്ന സൂചനാ പണിമുടക്കിനെ നേരിടാനാണ് സർക്കാർ ഇങ്ങനെ ഡയസ് നോൺ ഉത്തരവ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. അതാണ് കർക്കശമായൊരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അധ്യാപകരുടെയൊക്കെ സമരവുമായി ബന്ധപ്പെട്ടാണ് ഡയസ് നോൺ സർക്കാർ പ്രഖ്യാപിച്ചത്.